പവിത്ര തീർത്ഥവും ദേവാലയത്തിന്റെ അറിവും. ഒരു ഭക്ത മഹർഷി ഒരു സ്ഥലത്തുള്ള ജലാശയത്തിലിരുന്ന് ഭജന തുടങ്ങി. തന്റെ ആധ്യാത്മികതയുടെ കഴിവ് പ്രദർശിപ്പിക്കാനായി അയാൾ തന്റെ ഭക്തിയിൽ കൂടി നേടിയ സമ്പാദ്യത്തിന്റെ ഫലമായി ഭക്തിയാകുന്ന ധനം കൊണ്ട് ഇഷ്ടലോകത്തെ എത്തി. ആ പൂജ ചെയ്ത സ്ഥലം പിന്നീട് തീർത്ഥമായിട്ടോ പുണ്യസ്ഥാനമായിട്ടോ അറിയപ്പെടുന്നു. പിന്നീട് ആര് അവിടെ ചെന്നാലും ഇത്ര മാത്രമേ അറിയാൻ കഴിയൂ: ഒരിക്കൽ ഇവിടെ ഒരു ഭക്തൻ ഇരുന്ന് പൂജ നടത്തിയിരുന്നു. ആ പൂജയുടെ മഹാത്മ്യത്താൽ അദ്ദേഹത്തിന് ഇഷ്ടലോകം ലഭിച്ചു. ഇപ്പോൾ ഇവിടെ ആരുമില്ല ഉപദേശം നൽകാനായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 238. ദയവായി ചിന്തിക്കാം. തീർത്ഥാടന സ്ഥലത്തെ ഉരലും മുലക്കയുമായി കരുതിയാൽ മതി. അതായത് 1.5 അടി പൊക്കമുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഒരു വട്ടപാത്രം, 9 പരിധിയിൽ ചെറിയ കുഴി, 1.5 അടി നീളവും 2 ഇഞ്ച് വണ്ണവുമുള്ള ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള ഉലക്ക, മരുന്നുകൾ ഇട്ട് ഇടിച്ചു പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉരലും ഉലക്കയും. ഒരു വ്യക്തി അയൽക്കാരനിൽ നിന്നും ഉരലും ഉലക്കയും വാങ്ങി. യാഗത്തിനുള്ള ഹവാൻ ചെയ്യുന്ന സാധന സാമഗ്രികൾ ഇടിച്ചുകൂട്ടി കഴിഞ്ഞതിന് ശേഷം അത് കഴുകി തുടച്ച് തിരിച്ചു നൽകി. ഏത് മുറിയിലാണോ അത് വെച്ചത് ആ മുറിയിൽ നിന്ന് സുഗന്ധം വരാൻ തുടങ്ങി. വീട്ടുകാർ ചിന്തിച്ചു തുടങ്ങി, ഈ സുഗന്ധം എവിടെ നിന്ന് വരുന്നു? പിന്നീട് മനസ്സിലായി ഇത് ഉരലിൽ നിന്നാണെന്ന്. അവർക്ക് മനസ്സിലായി അയൽക്കാരൻ കൊണ്ടുപോയതാണ്, എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ ഇടിച്ചു കൂട്ടിയത് കൊണ്ടാണെന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞ് ആ സുഗന്ധം വരുന്നത് താനേ നിലച്ചു. ഇതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ദേവാലയങ്ങളെയും ഉരലായി കണക്കാക്കിയാൽ മതി. സാധനങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്ന വ്യക്തി അതിലുള്ള എല്ലാ വസ്തുക്കളും തുടച്ച് വൃത്തിയാക്കി വെറും ഒഴിഞ്ഞ ഉരലാണ് തിരിച്ചു നൽകിയത്. അത് ആരെങ്കിലും മണത്തു നോക്കി കൃതാർത്ഥരായ വെറും മൂഢത്വം എന്നേ വിചാരിക്കാനുള്ളൂ. അയാളും അതേപോലെ ചെയ്താൽ പൂർണ്ണ ഫലം ലഭിക്കും. ഇതുപോലെ ഏതെങ്കിലും തീർത്ഥസ്ഥലങ്ങളിൽ വസിക്കുന്ന പുണ്യാത്മാവ് രാമനാമമാകുന്ന സാമഗ്രികൾ കൂട്ടിക്കുഴച്ചിട്ട് പിന്നീട് എല്ലാം തുടച്ച് വൃത്തിയാക്കി തന്റെ എല്ലാ സ്വത്തുക്കളും കൊണ്ടുപോയി. പിന്നീട് അറിവില്ലാത്ത ഏതെങ്കിലും ഭക്തൻ അവിടെ പോയാൽ ഐശ്വര്യമുണ്ടാകുമെന്നുണ്ടെങ്കിൽ അയാളുടെ വഴികാട്ടി ശാസ്ത്രവിധി പ്രകാരം പൂജ ചെയ്യുന്നത് കൊണ്ടാകാം. ആ മഹാത്മാവിനെ പോലെ ഭഗവാനെ പൂജിച്ചാൽ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ. അതിനായി തത്വദർശിയായ ഗുരുവിനെ കണ്ടെത്തി ഉപദേശം സ്വീകരിച്ച് ആ ജീവനാന്തം ഭക്തിമാർഗത്തിലൂടെ മോക്ഷം പ്രാപിക്കൂ. ശാസ്ത്രവിധി പ്രകാരമുള്ള 7 വിധികൾ എന്റെ കൈവശമുണ്ട്. ദയവു ചെയ്ത് ഫീസ് ഇല്ലാതെ അവ സ്വായത്തമാക്കൂ. ശ്രീ അമരനാഥ് ദേവാലയം സ്ഥാപിച്ചത് എങ്ങനെ? ഭഗവാൻ ശങ്കർ പാർവതി ദേവിയോട് ഏകാന്തമായ സ്ഥലത്ത് വെച്ച് ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് മാതാ പാർവതിക്ക് മോക്ഷം കിട്ടി. എപ്പോൾ വരെ ഭഗവാൻ ശിവന് തമോ ഗുണരൂപിക്ക് മരണം സംഭവിക്കുന്നില്ലയോ അതുവരെ ഉമാദേവിക്കും പാർവതിക്കും മരണം സംഭവിക്കില്ല. 7 ബ്രഹ്മാവിന്റെ മരണശേഷം ഒരു വിഷ്ണുവിന്റെ മരണം സംഭവിക്കും. 7 വിഷ്ണുവിന് ശേഷം ഒരു ഭഗവാൻ ശിവന്റെ മരണമുണ്ടാകും. അപ്പോൾ പാർവതി ദേവിയുടെ മരണം സംഭാവ്യമാണ്, പൂർണ്ണ മോക്ഷം ഉണ്ടാകില്ല. എങ്കിലും പാർവതി ദേവിക്കുണ്ടാകുന്ന ഫലം അധികാരിയുടെ ഉപദേശം ലഭിച്ചതുകൊണ്ടാണ്. പിന്നീട് ഭക്തന്മാർ ആ സ്ഥലം ഓർമ്മയ്ക്കായിട്ട് അവിടെ സുരക്ഷിതമായ ദേവാലയം ഉണ്ടാക്കി സൂക്ഷിച്ചു. ദർശകർ ധാരാളം വരാൻ തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 239. ഉദാഹരണത്തിന് ദാസ് അതായത് സന്ത് രാംപാൽജി ഓരോരോ സ്ഥലങ്ങളിൽ പോയി സത്സംഗമം നടത്തുന്നു. അവിടെ പായസവും ഹലുവയും ഉണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്ന ഭക്തർക്ക് ഐശ്വര്യമുണ്ടാകുന്നു. സത്സംഗമത്തിന് ശേഷം എല്ലാ ടെന്റുകളും അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലത്ത് അവശേഷിക്കുന്നത് ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ അടുപ്പുകൾ മാത്രമാണ്. പിന്നീട് ആരെങ്കിലും പറയുകയാണ്, വരൂ സത്സംഗമം നടന്ന സ്ഥലം കാണിച്ചു തരാം. ഇവിടെയാണ് സന്ത് രാംപാൽ ദാസ് സത്സംഗമം നടത്തിയത്, പായസം ഉണ്ടാക്കിയത്. പക്ഷേ അത് കാണാൻ പോയ ആൾക്ക് സത്സംഗമത്തിലെ മധുരവാണി കേൾക്കാൻ കഴിഞ്ഞില്ല, പായസം കിട്ടിയില്ല, ഉപദേശം കിട്ടിയില്ല. അതുകൊണ്ട് അയാൾക്ക് ഐശ്വര്യമുണ്ടാകില്ല. അതിനായി സന്തിനെ അന്വേഷിക്കണം, ഉപദേശം സ്വീകരിക്കണം, സത്സംഗമം നടക്കുന്നിടത്ത് പോകണം, അവിടെ കാര്യസാധ്യമുണ്ടാകും. അതുപോലെ തീർത്ഥാടനങ്ങളിലും ദേവാലയങ്ങളിലും പോകുന്നത് ഓർമ്മ സ്ഥലങ്ങളിലെ അടുപ്പിനെ ദർശിക്കുന്നത് പോലെയാണ്, കാണുന്നത് പോലെയാണ്. ഇവയെക്കുറിച്ച് ഗീതയിൽ പറയാത്തത് കൊണ്ട് ഇത് ശാസ്ത്രവിരുദ്ധമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉദാഹരണം ഗീതാധ്യായം 16 മന്ത്രം 23-24. തത്വജ്ഞാനികളല്ലാത്ത സന്ത്, മഹൻ, ആചാര്യന്മാർ എന്നിവരിൽ ഭ്രമിച്ച് ഭക്തർ തീർത്ഥാടനങ്ങളിലും ദേവാലയങ്ങളിലും പോകുന്നു. ശ്രീ അമരനാഥ യാത്ര ചെയ്ത ഭക്തർ 3-4 പ്രാവശ്യം മഞ്ഞുകാറ്റിൽ അമർന്ന് കൊടുങ്കാറ്റിൽപ്പെട്ട് മരണം വരിച്ചു. ഓരോ പ്രാവശ്യവും മരിക്കുന്നവരുടെ സംഖ്യ ആയിരക്കണക്കിനാണ്. ആലോചിക്കേണ്ട വിഷയം ഇതാണ്: ശ്രീ അമരനാഥ ദർശനവും പൂജയും കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഭഗവാൻ ശിവൻ ആ ഭക്തരെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല? എന്തെന്നാൽ ഭഗവാൻ ശിവനും ശാസ്ത്രവിരുദ്ധ പൂജകൾ ഇഷ്ടപ്പെടുന്നില്ല. സതീദേവി അതായത് ഉമാദേവി തന്റെ പിതാവിന്റെ രാജ ദക്ഷന്റെ ഹവനകുണ്ടത്തിൽ ചാടി മരിച്ചു.
ഭഗവാൻ ശിവൻ തന്റെ ഭാര്യയുടെ അസ്ഥികൾ കോർത്ത് മാലയിട്ടുകൊണ്ട് ഭ്രാന്തനെ പോലെ 10,000 വർഷങ്ങളോളം പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ഭഗവാൻ വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് ആ അസ്ഥിപഞ്ജരങ്ങളെ ഛിന്ന ഭിന്നമാക്കി. എവിടെയാണോ ആ ശരീരഭാഗം വീണോ അതിനെ ആ ഭൂമിയിൽ കുഴിച്ചിട്ടു. ഈ ധാർമ്മിക സംഭവത്തെ ഓർമ്മയിൽ നിലനിർത്തുന്നതിനായി അവിടെ ഒരു അമ്പലം പണിതുയർത്തി. വരും തലമുറ തെറ്റായ കാര്യങ്ങൾ പറയാതിരിക്കാൻ അവിടെ വരുന്ന ഭക്തരോട് കാര്യങ്ങൾ വിവരിക്കാനും ദേവാലയം സൂക്ഷിക്കാനുമായി ഒരു ബുദ്ധിമാനെ ചുമതലപ്പെടുത്തി. ദേവാലയത്തിൽ ഒരു സ്ത്രീയുടെ ചിത്രം വെച്ചു. വൈഷ്ണോദേവി എന്ന പേരിൽ പറയാൻ തുടങ്ങി. സംരക്ഷിക്കുന്ന വ്യക്തിക്ക് മറ്റ് ഭക്തന്മാർ പണം നൽകിയിരുന്നു. പിന്നീട് അയാളുടെ വംശങ്ങൾ ഉപഹാരങ്ങൾ വാങ്ങിത്തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു വ്യാപാരി കച്ചവടം നഷ്ടപ്പെട്ടപ്പോൾ മാതാജിക്ക് ദേവിക്ക് 100 രൂപ കാണിക്ക അർപ്പിച്ചു. ഒരു തേങ്ങ അടിച്ചു. അയാൾ ധനവാനായി മാറി. നിസന്താന ദമ്പതിമാർ ദേവിക്ക് 200 രൂപ കാണിക്ക സങ്കല്പിച്ചു. അവർക്ക് സന്താന ലാഭമുണ്ടായി. അവർ ദേവിക്ക് രൂപയും സാരിയും സ്വർണമാലയും നൽകി. ഇങ്ങനെ ഭക്തന്മാർ പുരാണ കഥയിൽ വിശ്വസിച്ച് ഗീതോപദേശത്തെയും വേദങ്ങളെയും മറന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ആരും സുഖജീവിതം നയിക്കുന്നില്ല, കാര്യസിദ്ധി ഉണ്ടാകുന്നില്ല, മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നില്ല. ഉദാഹരണം ഗീതാധ്യായം 16 മന്ത്രം 23, 24. ഇതുപോലെ സതീദേവിയുടെ കണ്ണു വീണ സ്ഥലത്ത് നൈനാദേവിയുടെ അമ്പലമുണ്ടായി. നാക്ക് വീണ സ്ഥലത്ത് ശ്രീജ്വാല അമ്പലമുണ്ടായി. ശരീരഭാഗം പതിച്ചിടം വൈഷ്ണോ ദേവാലയമായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 240. പുരിയിൽ ശ്രീ ജഗന്നാഥജിയുടെ ക്ഷേത്രം എങ്ങനെയുണ്ടായി? ഒറീസയിൽ ഇന്ദ്രദമൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാജാവിന് സ്വപ്ന ദർശനം നൽകിക്കൊണ്ട് പറഞ്ഞു, ജഗന്നാഥ എന്ന പേരിൽ എനിക്കൊരു ക്ഷേത്രം പണിതുയർത്തണം. അവിടെ ബിംബാരാധന, മൂർത്തി പൂജ ചെയ്യരുത്. ഒരു സഞ്ജിയെ കൊണ്ട് ദർശകരായ ഭക്തർക്ക് ഗീതാവിധി പ്രകാരം അറിവ് പ്രചരിപ്പിക്കണം. ആ സ്ഥലം കാണിച്ചു കൊടുത്തത് സമുദ്ര തീരത്തായിരുന്നു. രാജാവ് രാവിലെ ഉണർന്നെണീറ്റ് തന്റെ ഭാര്യയോട് തലേ ദിവസത്തെ സ്വപ്ന ദർശനത്തെ പറ്റി പറഞ്ഞു. അത് കേട്ട് റാണി ചോദിച്ചു, ഇത്തരമൊരു ശുഭകാര്യം ചെയ്യാൻ താമസം എന്തിനാ? എല്ലാ സമ്പാദ്യവും അവിടെ നൽകി എത്രയും വേഗം അമ്പലം ഉണ്ടാക്കൂ. രാജാവ് ശ്രീകൃഷ്ണൻ സ്വപ്ന ദർശനം നൽകിയ സ്ഥലത്ത് അമ്പലം പണിതുയർത്തി. അമ്പലം ഉണ്ടാക്കിയതിനു ശേഷം സമുദ്രത്തിൽ നിന്ന് കൊടുങ്കാറ്റുണ്ടായി. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ഇല്ലാതെ എല്ലാം കൊടുങ്കാറ്റിൽ നശിച്ചു. വീണ്ടും രാജാവ് ക്ഷേത്രം പണിതു. ഇങ്ങനെ 5 പ്രാവശ്യം ക്ഷേത്രമുണ്ടാക്കി. 5ാമത്തെ ക്ഷേത്രവും കൊടുങ്കാറ്റിൽ നശിപ്പിച്ചു. ഒടുവിൽ മഹാരാജാവ് ക്ഷേത്രമുണ്ടാക്കുന്നതിൽ നിരാശനായി വേണ്ട എന്ന് തീരുമാനിച്ചു. സമുദ്രം തന്റെ ഏത് ജന്മത്തെ ശത്രുതയുടെ പ്രതികാരം വീട്ടുന്നതെന്ന് ചിന്തിച്ചു. രാജഭണ്ഡാരം കാലിയായി, അതായത് തീർന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് പൂർണ്ണ പരമേശ്വർ കബീർദേവ് ജ്യോതി നിരഞ്ജനന് നൽകിയ പ്രതിജ്ഞ അനുസരിച്ച് ഇന്ദ്രദമന്റെ അടുക്കൽ പോയി പറഞ്ഞു, നിങ്ങൾ ക്ഷേത്രമുണ്ടാക്കിക്കൊള്ളൂ, ഇത്തവണ നശിപ്പിക്കില്ല. രാജാവ് പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശം അനുസരിച്ച് ക്ഷേത്രമുണ്ടാക്കി. ഭഗവാൻ ശ്രീകൃഷ്ണന് ക്ഷേത്രം രക്ഷിക്കാനായി സമുദ്രത്തെ തടയാൻ കഴിയുന്നില്ല. 5 തവണ പണിതുയർത്തി. ഭഗവാൻ എന്നെ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് യോഗ്യനല്ല, അതായത് അമ്പലമുണ്ടാക്കാൻ ധനമില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രമുണ്ടാക്കുന്ന കാര്യം ചിന്തിക്കാൻ കഴിയില്ല. പരമേശ്വരൻ പറഞ്ഞു, സർവശക്തനായ പരമാത്മാവ് എല്ലാ മണ്ഡലങ്ങളെയും രചിച്ച, എല്ലാ മണ്ഡലങ്ങളെയും ഉണ്ടാക്കിയ അദ്ദേഹം എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. മറ്റു ഭഗവാന്മാർക്ക് കഴിയില്ല. പരമേശ്വരൻ വാക്ക് പാലിക്കും. ഞാൻ സമുദ്രത്തെ തടഞ്ഞു നിർത്താം. രാജാവ് ചോദിച്ചു, ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാനേക്കാൾ പ്രബലനായ മറ്റൊരു ശക്തിയോ? ആ ശക്തി എങ്ങനെ സമുദ്രത്തെ തടയും? വെറുതെ തമാശ പറയരുത്. ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ എന്റെ കൈവശം ക്ഷേത്രമുണ്ടാക്കാനുള്ള ധനം അവശേഷിക്കുന്നില്ല. സന്ത് രൂപത്തിൽ വന്ന കബീർ പരമേശ്വരൻ പറഞ്ഞു, ക്ഷേത്രമുണ്ടാക്കാനുള്ള മനസ്സ് വരുമ്പോൾ എന്റെ അടുക്കൽ വരണം. ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാകും. ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇനി സമുദ്രം അത് നശിപ്പിക്കില്ല. ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 241. ആ രാത്രി ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും രാജ ഇന്ദ്രദമന് സ്വപ്ന ദർശനം നൽകി പറഞ്ഞു, ഇന്ദ്രദമൻ, ഒരിക്കൽ കൂടി ക്ഷേത്രം പണിയൂ. നിന്നെ സന്ദർശിച്ച സന്തനോട് പോയി സഹായം അഭ്യർത്ഥിക്കും. അദ്ദേഹം വെറും സന്യാസിയല്ല. രാജ ഇന്ദ്രദമൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. സ്വപ്ന വൃത്താന്തം റാണിയെ ധരിപ്പിച്ചു. റാണി പറഞ്ഞു, പ്രഭു, അതായത് ഭഗവാൻ പറഞ്ഞതല്ലേ, ചെയ്യാതിരിക്കരുത്. അതുകൊണ്ട് എത്രയും വേഗം വീണ്ടും ചെയ്യൂ. റാണിയുടെ സദ്ഭാവനാപരമായ മറുപടി കേട്ട് രാജാവ് പറഞ്ഞു, രാജഭണ്ഡാരം കാലിയാണ്, പിന്നെങ്ങനെ? അഥവാ ചെയ്യാതിരുന്നാൽ ഈശ്വരകോപം ഉണ്ടാകും. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഇത് കേട്ട് റാണി പറഞ്ഞു,
എന്റെ ആഭരണങ്ങൾ തരാം. അതുകൊണ്ട് എത്രയും വേഗം ക്ഷേത്രം പണിയാം. നിങ്ങൾ ഈ ആഭരണങ്ങൾ എടുത്തുകൊള്ളൂ. എന്നിട്ട് ഭഗവാന്റെ ആജ്ഞ സ്വീകരിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് റാണി തന്റെ ആഭരണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ടുവന്ന് രാജാവിന്റെ മുൻപിൽ വെച്ചു. രാജാ ഇന്ദ്രദമൻ വീണ്ടും ഭഗവാൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോയി കബീർ പ്രഭു, അതായത് അപരിചിതനായ സന്തനെ അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹത്തിനോട് സമുദ്രത്തിനെ തടഞ്ഞു നിർത്താൻ അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, സമുദ്രത്തിന്റെ തിരമാല വരുന്ന ഭാഗത്ത് ഒരു തറ, 4 മൂലകളോട് കൂടിയ തറ പണിയൂ. ഞാൻ അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കാം. അങ്ങനെ സമുദ്രത്തെ തടഞ്ഞു നിർത്താം. രാജാവ് ഒരു വലിയ കല്ലുപയോഗിച്ച് ശില്പിയെ കൊണ്ട് വലിയൊരു തറ, 4 മൂലകളോട് കൂടിയ മണ്ഡപം പണിതു. പരമേശ്വരനായ കബീർ ആ മണ്ഡപത്തിലിരുന്നു. 6ാമത്തെ പ്രാവശ്യം ക്ഷേത്രം പണി ആരംഭിച്ചു. ആ സമയത്ത് അപ്പോൾ ആ വഴിയെ ഒരു സിദ്ധൻ വന്നു. അദ്ദേഹം നാഥ് പരമ്പരയിൽപ്പെട്ടതായിരുന്നു. ഇപ്രാവശ്യം കുഴപ്പങ്ങൾ കൂടാതെ രാജാവ് ക്ഷേത്രം പണിതുയർത്തി. അത് കണ്ടിട്ട് നല്ല മനോഹരമായ ക്ഷേത്രമെന്ന് സന്ത് പറഞ്ഞു. പക്ഷേ ബിംബം, മൂർത്തിയില്ലല്ലോ. ബിംബമില്ലാതെ ക്ഷേത്രം എങ്ങനെ? അതുകൊണ്ട് മൂർത്തി സ്ഥാപിക്കണം. ഇതെന്റെ ആജ്ഞയാണ്. രാജാവ് ഇന്ദ്രധമൻ തൊഴുതുകൊണ്ട് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വപ്ന ദർശനം നൽകി ക്ഷേത്രം പണിയാനാണ് പറഞ്ഞത്. പക്ഷെ മൂർത്തിയെ സ്ഥാപിക്കരുത് എന്നറിയിച്ചു. മൂഢന്മാർ പൂജ ചെയ്യും. അത് കേട്ട് സന്ത് പറഞ്ഞു, സ്വപ്നം സത്യമാണോ? എന്റെ ഉപദേശം സ്വീകരിക്കൂ. ചന്ദനത്തിന്റെ തടി ഉപയോഗിച്ച് മൂർത്തി ഉണ്ടാക്കൂ. എന്നിട്ട് അതവിടെ സ്ഥാപിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് ജലപാനം കഴിക്കാതെ സന്ത് അവിടെ നിന്നും എണീറ്റുപോയി. ഭയന്ന് വിറച്ച രാജാവ് ചന്ദനത്തിന്റെ തടി വരുത്തി മൂർത്തി ഉണ്ടാക്കാൻ ശില്പിയോട് പറഞ്ഞു. സന്ത് പറഞ്ഞതനുസരിച്ച് ഒരു ബിംബം ശ്രീകൃഷ്ണന്റെ നിർമ്മിക്കാൻ നിർദ്ദേശമായിരുന്നു. അപ്പോൾ ഗുരുക്കന്മാരും മറ്റ് സന്യാസി ശ്രേഷ്ഠരും രാജാവിനോട് ചോദിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് എങ്ങനെയിരിക്കും? ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ബലരാമന്റെ കൂടെയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് സുഭദ്ര. തന്റെ സഹോദരനെ ഉപേക്ഷിച്ചിട്ട് സുഭദ്രയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒടുവിൽ 3 ബിംബങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ കൃഷ്ണൻ, ബലരാമൻ, സുഭദ്ര. ബിംബം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവയെല്ലാം കഷ്ണം കഷ്ണങ്ങളായി മുറിഞ്ഞു വീണു. അങ്ങനെ 3 പ്രാവശ്യം സംഭവിച്ചു. രാജാവ് വീണ്ടും ആലോചിച്ചു, എന്റെ ജീവിതത്തിൽ ഈ അമ്പലം നിർമ്മിച്ചതിന്റെ യശസ് ഉണ്ടാകില്ല. ഈ പുണ്യകർമ്മം ചെയ്ത കീർത്തി കാണില്ല. അമ്പലം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇടിഞ്ഞു വീണു. ഇപ്പോൾ ബിംബങ്ങളും. സന്ത് ദേഷ്യപ്പെട്ടു പോയി. ഒരു പക്ഷേ സന്ത് വിശ്വസിക്കില്ല. മൂർത്തികൾ പൊട്ടിയെന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ ശപിക്കും. ചിന്താമഗ്നനായ രാജാവ് ഭക്ഷണം കഴിച്ചില്ല. രാത്രിയിൽ ഉറങ്ങിയതുമില്ല. രാവിലെ വിവശനായ രാജാവ് ദർബാർ ഹാളിലെത്തി. ആ സമയത്ത് അവിടെ പൂർണ്ണ പരമേശ്വരനായ ഭഗവാൻ ശില്പിയുടെ വേഷത്തിൽ ഇടുപ്പിൽ ഒരു സഞ്ചിയും പുറത്ത് കാണത്തക്ക രീതിയിൽ ഒരു വാളുമായി 80 വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധൻ അനുവാദം ചോദിക്കാതെ ദർബാർ ഹാളിലെത്തി. രാജാവിനോട് പറഞ്ഞു, മഹാരാജ, അമ്പലത്തിലെ ബിംബങ്ങളുടെ പണി പൂർത്തിയാകുന്നില്ലെന്ന് കേട്ടു. എനിക്ക് 80 വയസ്സ് പ്രായമുണ്ട്. 60 വർഷത്തെ ജോലി പരിചയമുണ്ട്. ചന്ദനത്തടി കൊണ്ടുള്ള ബിംബം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയില്ല. താങ്കൾ അനുവദിച്ചാൽ ഞാൻ ചെയ്യാം. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, ഭഗവാൻ അയച്ച ശില്പിയാണെന്ന് തോന്നുന്നു. ഞാൻ വളരെയധികം ചിന്തിച്ചിരിക്കുകയായിരുന്നു. അനുഭവശീലമുള്ള ഏതെങ്കിലും ശില്പിയെ കണ്ടെത്താനായി. എന്നാൽ എന്റെ പ്രശ്നം പരിഹരിച്ചേനെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് പണി തുടങ്ങിക്കൊള്ളൂ. വൃദ്ധൻ പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്കൊരു മുറി തരൂ. ഞാൻ അവിടെ ഇരുന്ന് ബിംബങ്ങൾ പണി ചെയ്യാം. മുറി അടച്ചിരുന്ന് സമാധാനത്തോടെ ജോലി ചെയ്യാം. ബിംബങ്ങൾ തയ്യാറായതിനു ശേഷമേ വാതിൽ തുറക്കുകയുള്ളൂ. അഥവാ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് വാതിൽ തുറന്നാൽ എത്ര ജോലിയാണോ പൂർത്തിയായത് അത്ര മാത്രമേ ചെയ്യുകയുള്ളൂ. രാജാവ് പറഞ്ഞു, താങ്കളുടെ ഇഷ്ടം പോലെ അങ്ങനെ തന്നെ ആകട്ടെ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 242. 12 ദിവസം കഴിഞ്ഞ് സന്ത് നാഥ്ജി സന്യാസി വന്നു. രാജാവിനോട് തിരക്കി, ബിംബങ്ങൾ ചെയ്തോ? രാജാവ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, താങ്കളുടെ ആജ്ഞ അനുസരിച്ച് ബിംബങ്ങൾ ചെയ്തു. പക്ഷെ പകുതിയാകുമ്പോൾ പൊട്ടിപ്പോവുകയായിരുന്നു. രാജാവ് പൊട്ടിയ ശില്പങ്ങൾ കൊണ്ടുവന്ന് സന്യാസിയെ കാണിച്ചു. സന്യാസി പറഞ്ഞു, ബിംബങ്ങൾ ഉണ്ടാക്കുക തന്നെ വേണം. ഇപ്പോൾ പണി ചെയ്യാൻ ഏർപ്പാടാക്കൂ. ഞാൻ നോക്കട്ടെ പൊട്ടുന്നത് എങ്ങനെയെന്ന്. രാജാവ് പറഞ്ഞു, പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അയച്ച അനുഭവജ്ഞാനമുള്ള 80 വയസ്സായൊരു ശില്പി പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ബിംബങ്ങൾ പൂർത്തിയായ ശേഷം ഞാൻ സ്വയം വാതിൽ തുറക്കും. അതുവരെ ആരും വാതിൽ തുറക്കാൻ പാടില്ല എന്ന്. 12 ദിവസമായി ജോലി തുടങ്ങിയിട്ട് ഇതുവരെ അദ്ദേഹം പുറത്തേക്ക് വാതിൽ തുറന്നു വരികയോ ജലപാനം കഴിക്കുകയോ ചെയ്തിട്ടില്ല. സന്യാസി പറഞ്ഞു, നോക്കട്ടെ എങ്ങനെയാണ് ബിംബങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ചെയ്തു കഴിഞ്ഞിട്ട് കാണുന്നതിനേക്കാൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണം. ഇത്രയും പറഞ്ഞിട്ട് സന്യാസി രാജ ഇന്ദ്രധമനോടൊപ്പം ആ മുറിയുടെ മുൻപിലെത്തി വിളിച്ചു, ശില്പി വാതിൽ തുറക്കൂ. കുറെ പ്രാവശ്യം വിളിച്ചു. ശില്പി വാതിൽ തുറന്നില്ല. അകത്തു നിന്ന് ടക് ടക് എന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു.
അല്പം കഴിഞ്ഞ് ആ ശബ്ദവും നിന്നു. സന്യാസി ചോദിച്ചു, 80 വയസ്സുള്ള വൃദ്ധൻ 12 ദിവസമായി ജലപാനം പോലും കഴിക്കാതിരുന്ന് ജോലി ചെയ്യുകയോ? ഇപ്പോൾ ശബ്ദവും കേൾക്കുന്നില്ല. ഒരു പക്ഷെ മരിച്ചുപോയോ? വാതിൽ തള്ളി തുറന്നു നോക്കി. 3 ബിംബങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 3നും കയ്യിലും കാലിലും ഉള്ളം കൈയും ഉള്ളംകാലും പൂർത്തിയായിട്ടില്ല. ശില്പിയുമില്ല. ക്ഷേത്രം തയ്യാറായി കഴിഞ്ഞതാണ്. സന്യാസി ശാഠ്യം പിടിച്ചു. ഈ ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചാൽ മതി, ഭഗവാന് സ്വീകാര്യമായിരിക്കും. ഒരുപക്ഷെ ഭഗവാൻ തന്നെ ചെയ്തു വെച്ചിട്ട് പോയതാകാം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 243. പ്രധാന പാണ്ഡെ, അതായത് പുരോഹിതൻ, ശുഭമുഹൂർത്തം നോക്കി അടുത്ത ദിവസം തന്നെ ബിംബം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠയ്ക്ക് പ്രധാന പാണ്ഡെയോടൊപ്പം മറ്റു പാണ്ഡെകളും മഹാരാജാവും സൈനികരും ഭക്തരും ഒത്തുകൂടി. പൂർണ്ണ പരമേശ്വർ ശൂദ്രവേഷത്തിൽ അമ്പലത്തിന്റെ പ്രധാന കവാടത്തിന്റെ മധ്യഭാഗത്ത് അമ്പലത്തിലേക്ക് നോക്കി നിന്നു. പിറകെ പ്രധാന പാണ്ഡെയും രാജാവും സൈന്യവും വരുന്നുവെന്ന ബോധമില്ലാതെ മധ്യഭാഗത്ത് തന്നെ നിന്നു. അടുത്തു വന്ന മുഖ്യ പാണ്ഡെ ശൂദ്രരൂപത്തിൽ നിന്ന് പരമേശ്വർ ഭഗവാനെ തള്ളിമാറ്റി. അദ്ദേഹം ദൂരെ മറിഞ്ഞു വീണു. അദ്ദേഹം അവിടെ ഇരുന്നു. രാജാവിനോടൊപ്പം എല്ലാവരും അകത്തു നോക്കിയപ്പോൾ ശൂദ്രരൂപം ധരിച്ച ഭഗവാന്റെ രൂപത്തിൽ എല്ലാ ബിംബങ്ങളും നിൽക്കുന്നു. എല്ലാവരും ഇത് കണ്ട് അതിശയിച്ചു പോയി. പ്രധാന പാണ്ഡെ, പുരോഹിതൻ പറഞ്ഞു, ഭഗവാൻ കോപിച്ചിരിക്കുന്നു. പ്രധാന കവാടത്തിൽ ശൂദ്രൻ നിന്ന് അശുദ്ധമാക്കി. അതുകൊണ്ടാണ് എല്ലാ ബിംബങ്ങളും ശൂദ്രരൂപധാരികളായത്. വലിയ കുഴപ്പമായി. കുറച്ചു സമയം കഴിഞ്ഞ് ബിംബങ്ങൾക്ക് യഥാർത്ഥ രൂപമുണ്ടായി. ഗംഗാജലം തളിച്ച് ബിംബങ്ങളെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. കബീർദേവ് പറഞ്ഞു, അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിന്റെയും ചരസീമയെ നോക്കൂ. ശില്പി ശില്പമുണ്ടാക്കി. പൂജാരിയോ മറ്റ് സന്യാസിമാരോ ബിംബത്തിന് ജീവൻ നൽകി പ്രതിഷ്ഠ നടത്തുന്നു. ആ ദൈവം മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ തടികൊണ്ടോ ഉണ്ടാക്കിയ ആ ദൈവം ജനങ്ങൾക്ക് കാര്യസിദ്ധി നൽകുന്നു. ഈശ്വരഭക്തരായ മൂഢാത്മാക്കളുടെ വിചിത്രമായ അന്ധവിശ്വാസം ജനങ്ങളെ കൂടുതൽ മടയരാക്കുന്നു. ബിംബം പ്രതിഷ്ഠിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞ് 40 അടി ഉയരത്തിൽ സമുദ്രത്തിലെ തിരമാല അടിച്ചു, അതായത് സമുദ്ര കൊടുങ്കാറ്റ്. വളരെ വേഗം അമ്പലത്തിലേക്ക് വെള്ളം കയറി. മുൻപിലത്തെ തറയിൽ കബീർ പരമേശ്വരനായ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കൈ പൊക്കി ആശീർവദിച്ചു. തിരമാല അങ്ങനെ തന്നെ നിന്നു. പർവ്വതത്തെ പോലെ മുൻപിലേക്ക് കുതിച്ചില്ല. ബ്രാഹ്മണ രൂപത്തിൽ വരുണ ഭഗവാൻ വന്ന് മണ്ഡപത്തിലിരുന്ന ഭഗവാനോട് അപേക്ഷിച്ചു, ഭഗവാനെ, എനിക്ക് വഴി മാറിത്തരൂ, ഞാൻ അമ്പലം നശിപ്പിക്കട്ടെ. ഭഗവാൻ പറഞ്ഞു, ഇത് അമ്പലമല്ല, മഹൽ, ആശ്രമമാണ്. ഇവിടെ വിദ്വാൻമാർ ഗീത വായിച്ച് അർത്ഥം പറയുന്നു. ഇതിനെ നശിപ്പിക്കുന്നത് ഉചിതമല്ല. സമുദ്ര രാജാവ് വീണ്ടും പറഞ്ഞു, ഞാൻ തീർച്ചയായും ഇത് നശിപ്പിക്കും. ഭഗവാൻ പറഞ്ഞു, ശരി, പൊയ്ക്കോ, ആര് തടയുന്നു? സമുദ്ര രാജാവ് വീണ്ടും അപേക്ഷിച്ചു, ഞാൻ തളർന്നുപോയി, താങ്കളുടെ ശക്തി അപാരമാണ്, ദയവായി എനിക്ക് വഴി തരൂ. ഭഗവാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ബ്രാഹ്മണ രൂപം ധരിച്ച സമുദ്ര രാജാവ് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ തേത്രായുഗത്തിൽ ശ്രീരാമനായി വന്ന് ആഗ്നേയ ശാസ്ത്രം പ്രയോഗിച്ച് എന്നെ അതും ഇതും പറഞ്ഞു, അപമാനിച്ചു, വഴി മാറാൻ പറഞ്ഞു. ഞാനതിന് പ്രതികാരം വീട്ടുകയാണ്. പരമേശ്വരനായ കബീർ പറഞ്ഞു, പ്രതികാരം നിങ്ങൾ ആദ്യമേ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ദ്വാരകയെ മുക്കി. ഇത് കേട്ട് സമുദ്രൻ പറഞ്ഞു, മുഴുവനും മുക്കിയില്ല, പകുതി ഭാഗമുണ്ട്. എന്തെന്നാൽ പ്രബലനായ ശക്തിമാനായ ഒരു സന്ത് വന്നു എന്നതിനാൽ പകുതി ഭാഗം നിലനിർത്തിയിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടം വരെ പോകാൻ കഴിയുന്നില്ല. അവിടെ എന്നെ കെട്ടിയിട്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 244. കബീർ പരമേശ്വരൻ ജഗന്നാഥ ക്ഷേത്രം സമുദ്രത്താൽ നശിപ്പിക്കുന്നത് തടയുന്നൊരു ചിത്രം ഈ പേജിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ പരമേശ്വരൻ കബീർ പറഞ്ഞു, അവിടെയും ഞാനാണ് എത്തിയത്. ഞാനാണ് പകുതി ഭാഗം രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ പോയി അവശേഷിച്ച പകുതി ഭാഗം കൂടി വിഴുങ്ങിക്കോ. പക്ഷെ ശ്രീകൃഷ്ണന്റെ അന്തിമ സംസ്കാരം നടന്ന സ്ഥലം ഒഴിച്ചിട്ടേക്കണം. ശ്രീകൃഷ്ണന്റെ അന്തിമ സംസ്കാരം നടന്ന സ്ഥലത്ത് വലിയൊരു ദേവാലയം പണിതിരുന്നു, ശ്രീകൃഷ്ണന്റെ ഓർമ്മ നിലനിർത്താനായി. വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 5 ഭൗതികങ്ങളും പഞ്ചഭൂതങ്ങളും ശരീരം ഉപേക്ഷിച്ചു പോയി. ഇല്ലെങ്കിൽ വരും തലമുറ പറയും ശ്രീകൃഷ്ണന്റെ മരണം നടന്നില്ല എന്ന്. പരമേശ്വരന്റെ അനുവാദം കിട്ടിയ ഉടനെ ബാക്കി അവശേഷിച്ച ദ്വാരക കൂടി സമുദ്രമുക്കി. പരമേശ്വർ കബീർ പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും ഈ ജഗന്നാഥ മന്ദിരം നശിപ്പിക്കാൻ തയ്യാറാകരുത്. അതുകൊണ്ട് എത്രയും വേഗം ഈ മഹലിന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകൂ. പരമേശ്വരന്റെ ആജ്ഞ അനുസരിച്ച് സമുദ്രം ഏകദേശം 1.5 കിലോമീറ്ററോളം മാറിപ്പോയി. ഇങ്ങനെയാണ് ജഗന്നാഥ ക്ഷേത്രം ഉണ്ടായത്. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ തൊട്ടുകൂടായ്മ ആദ്യം മുതൽ ഉണ്ടായിരുന്നില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ പരമേശ്വർ കബീർ ശൂദ്ര രൂപത്തിൽ നിൽക്കുന്നത് കണ്ട മുഖ്യ പാണ്ഡെ തള്ളിയിട്ടു. മുഖ്യ പാണ്ഡേക്ക് കുഷ്ഠം പിടിപെട്ടു. ഏതെല്ലാം മരുന്ന് ഉപയോഗിച്ചിട്ടും രോഗം സുഖമായില്ല. ഓരോ ദിവസം കഴിയുന്തോറും രോഗം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു.
എല്ലാവിധ പൂജകളും ചെയ്ത് ജഗന്നാഥനോട് കരഞ്ഞു കരഞ്ഞ് സങ്കട നിവാരണത്തിനായി പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാം നിഷ്ഫലം. ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വപ്ന ദർശനം നൽകി. പാണ്ഡെ ആ സന്തിന്റെ കാൽ കഴുകി ആശീർവാദം വാങ്ങിയാൽ രോഗശാന്തി ഉണ്ടാകും. അദ്ദേഹം ഹൃദയം കൊണ്ട് ക്ഷമിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ശാന്തി കിട്ടില്ല. മരിക്കാൻ തുടങ്ങുന്നവർ എന്ത് ചെയ്യാനും ഒരുക്കമാണല്ലോ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 245. പാണ്ഡെ രാവിലെ ഉണർന്നെണീറ്റു. അനുയായികളായ പാണ്ഡേമാരെയും കൂട്ടി ശൂദ്രരൂപത്തിൽ ഇരിക്കുന്ന സന്തിന്റെ അരികിലേക്ക്, ഭഗവാന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ സന്ത് എണീറ്റ് ദൂരേക്ക് മാറി നിന്നിട്ട് പറഞ്ഞു, പാണ്ഡെ, ഞാൻ അവർണനാണ്. എന്നെ സ്പർശിച്ചാൽ നിങ്ങൾ അപവിത്രനായി മാറും. പാണ്ഡെ അടുക്കലെത്തുമ്പോൾ ഭഗവാൻ വീണ്ടും ദൂരേക്ക് മാറും. ഒടുവിൽ പാണ്ഡെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാൻ, എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ ദയാലുവായ ഭഗവാൻ അവിടെ നിന്നു. പാണ്ഡെ വൃത്തിയുള്ള ഒരു വസ്ത്രം തറയിൽ വിരിച്ചിട്ട് ഭഗവാനോട് അതിലിരിക്കാൻ അപേക്ഷിച്ചു. ഭഗവാൻ ആ വസ്ത്രത്തിലിരുന്നു. പാണ്ഡെ സ്വയം ഭഗവാന്റെ കാൽ കഴുകി പാത്രത്തിലെ ആ വെള്ളം ശേഖരിച്ചു. ഭഗവാൻ പാണ്ഡെയോട് പറഞ്ഞു, 40 ദിവസം ഈ വെള്ളം കുടിക്കുകയും കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പാൽപം ഒഴിക്കുകയും വേണം. 40 ദിവസം കഴിയുമ്പോൾ രോഗം ഭേദമാകും. ഈ ജഗന്നാഥന്റെ അമ്പലത്തിൽ ആരെങ്കിലും തൊട്ടുകൂടായ്മ കാണിച്ചാൽ അവർക്കും ഇതായിരിക്കും ശിക്ഷ. അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, പവിത്രമായ സ്ഥലത്ത് ഒരിക്കലും തൊട്ടുകൂടായ്മ കാണിക്കില്ല. ആലോചിച്ചു നോക്കുക, ഭാരതത്തിൽ ആദ്യം മുതൽ തൊട്ടുകൂടായ്മ ഇല്ലാത്ത ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ, ജഗന്നാഥ ക്ഷേത്രം. ദാസനായി എനിക്കും അവിടം കാണാനുള്ള ഭാഗ്യമുണ്ടായി. കുറെ ആൾക്കാരുമായി അവിടം കാണാനായി പുറപ്പെട്ടു. എന്തെങ്കിലും തെളിവുകൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ശേഖരിക്കാനായി പുറപ്പെട്ടു. ഇന്നും അവിടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും തെളിവുകളുണ്ട്. ഏതൊരു തറയിൽ ഏതൊരു കൽമണ്ഡപത്തിൽ ഇരുന്നാണോ ഭഗവാൻ കബീർ സമുദ്രത്തെ തടഞ്ഞു നിർത്തിയോ ആ മണ്ഡപം ഇന്നും അവിടെയുണ്ട്. അതിനു മുകളിൽ ഓർമ്മ നിലനിർത്തുന്നതിനായി ഒരു താഴികക്കുടം ഗുംബജ് സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വളരെ പുരാതനമായ ഒരു മഹന്തിന്റെ ആശ്രമമുണ്ട്. ആ മഹന്ത് 70 വയസ്സ് പ്രായമുള്ള വൃദ്ധസന്യാസിനി സമുദ്രത്തിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിച്ച കഥ പറഞ്ഞു തന്നു. ഇവിടെയാണ് ശ്രീ ധർമ്മദാസ് സാഹിബും അദ്ദേഹത്തിന്റെ പത്നി ഭക്തി സ്വരൂപിണി ആവനി ദേവിയും ശരീരം ഉപേക്ഷിച്ചത്, മരിച്ചത്. രണ്ടുപേരുടെയും സമാധി സ്ഥലം അടുത്തടുത്തായി നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ഇന്നും ബിംബാരാധനയില്ല, പക്ഷെ ബിംബങ്ങളുടെ പ്രദർശനമുണ്ട്. 3 ബിംബങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബലറാം, സഹോദരി സുഭദ്ര, 3 ബിംബങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവരുടെ ഉള്ളംകൈ അംഗവൈകല്യമുള്ളതാണ്. ആ മൂർത്തികൾക്ക്, ബിംബങ്ങൾക്ക് പൂജ ചെയ്യാറില്ല, കേവലം ദർശനം മാത്രം. അവിടെ വിവരങ്ങൾ ദർശനാർത്ഥികളായ ഭക്തർക്ക് വിവരിക്കാൻ ഒരു പാണ്ഡേ ഗൈഡ് ഉണ്ട്. അയാൾ പറഞ്ഞു, ഈ ക്ഷേത്രം 5 തവണ സമുദ്രം നശിപ്പിച്ചു. പിന്നീട് നിർമ്മിച്ചതാണ് ഈ കാണുന്ന ക്ഷേത്രം. സമുദ്രം എന്തിനു നശിപ്പിച്ചു? ആരാണ് സമുദ്രത്തെ തടഞ്ഞു നിർത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി പാണ്ഡെ, അതായത് ഗൈഡ് പറഞ്ഞു, എനിക്കറിയില്ല. എല്ലാം ഭഗവാൻ ജഗന്നാഥന്റെ ലീലാവിനോദം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 246. ഞാൻ വീണ്ടും ചോദിച്ചു, ഇവിടെ തൊട്ടുകൂടായ്മ ഉണ്ടോ? പാണ്ഡെ പറഞ്ഞു, ക്ഷേത്രമുണ്ടാക്കിയ നാൾ മുതൽ തൊട്ടുകൂടായ്മ നിലവിലില്ല. ക്ഷേത്രത്തിൽ ക്ഷൂദ്രനും പാണ്ഡെയും ഒരേ പാത്രത്തിൽ നിന്ന് ഒരേ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ആരും വിലക്കാറില്ല. ഞാൻ ചോദിച്ചു, മറ്റുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ മുൻപൊക്കെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇവിടെ എന്തുകൊണ്ടില്ല? പാണ്ഡെ പറഞ്ഞു, ഭഗവാൻ അങ്ങനെയാണ്, ഒക്കെ ഈശ്വരന്റെ ലീല. ചിന്തിച്ചു നോക്കൂ, സത്യത്തെ ഒരിക്കലും പൂഴ്ത്തിവെക്കാൻ കഴിയില്ല. ഓർമ്മകൾ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമാണ്. പക്ഷേ ആത്മസുഖത്തിനായി പവിത്രമായ ഗീതയിലും വേദങ്ങളിലും വർണ്ണിച്ചിട്ടുള്ളത് പരമേശ്വരനായ കബീർ മുഖാന്തരം തത്വജ്ഞാനികളായ ഭക്തർ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ മോക്ഷപ്രാപ്തി ഉണ്ടാകൂ. മറിച്ച് ശാസ്ത്രവിരുദ്ധമായി എന്ത് ചെയ്താലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ജീവിതം വ്യർത്ഥമായി തീരും. ഉദാഹരണം, ഗീതാധ്യായം 16, മന്ത്രം 23-24. ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഗീതാജ്ഞാനം നൽകുന്നത് ശ്രേഷ്ഠ കാര്യമാണ്. ഗീതയിൽ ഭക്തിമാർഗം വിവരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭക്തന് മോക്ഷപ്രാപ്തി ഉണ്ടാകും. അതല്ലാതെ വെറുതെ ജഗന്നാഥ ക്ഷേത്രം കണ്ടതുകൊണ്ടോ പ്രസാദം കഴിച്ചതുകൊണ്ടോ പ്രയോജനമില്ല. എന്തെന്നാൽ ഗീതയിൽ വർണ്ണിച്ചതിന് വിരുദ്ധ പ്രവർത്തികളാണ് അവയെല്ലാം. ഗീതാധ്യായം 16, മന്ത്രം 23-24 ഉദാഹരണം. സ്വർഗം എന്നാൽ എന്ത്? സ്വർഗം എന്നാൽ ഉദാഹരണത്തിന് ഒരു ഹോട്ടലാണെന്ന് വിചാരിക്കൂ. ഒരു ധനവാനായ വ്യക്തി വേനൽക്കാലത്ത് സിംല, കുളു, മണാലി മുതലായ ഏതെങ്കിലും തണുപ്പുള്ള പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ ഒരു ഹോട്ടലിൽ വസിക്കുന്നു. അവിടെ ഹോട്ടൽ വാടകയും ഭക്ഷണത്തിന്റെ ചിലവും നൽകുന്നു.
2-3 മാസത്തേക്ക് 20,000-ഓ 30,000-ഓ ചിലവാക്കിയിട്ട് തിരിച്ച് തന്റെ ജന്മസ്ഥലത്തേക്ക് മടങ്ങി വരുന്നു. പിന്നെ വീണ്ടും 10 മാസം തന്റെ ജോലിയിൽ മുഴുകുന്നു. 10 മാസം കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് 2 മാസം കൊണ്ട് തീർത്തിട്ട് വന്നു. ഏതെങ്കിലും വർഷം സമ്പാദ്യത്തിന്റെ കോട്ടം സംഭവിച്ചാൽ 2 മാസക്കാലത്തെ സുഖജീവിതവും കുഴപ്പത്തിലാകും. ഇതുപോലെയാണ് സ്വർഗവാസവും. ഈ ഭൂമിയിൽ പൂജാതി കാര്യങ്ങളിൽ മുഴുകിയിട്ട് കുറച്ചു സമയത്തേക്ക് സ്വർഗമാകുന്ന ഹോട്ടലിൽ വസിക്കുന്നു. എന്നിട്ട് തന്റെ പുണ്യമാകുന്ന സമ്പാദ്യമെല്ലാം ചിലവാക്കിയിട്ട് നരകമാകുന്ന 84 യോനികളിൽ കൂടി കഷ്ടവും പാപവും അനുഭവിക്കുന്നു. എന്നാണോ ഒരു തത്വദർശിയായ സന്യാസിയെ കണ്ടുമുട്ടുന്നില്ലയോ അതുവരെ ജനനവും മരണവും സ്വർഗവും നരകവും 84 ലക്ഷം യോനികളിൽ കൂടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് പൂർണ്ണ പരമാത്മാവിനെ പ്രാപിക്കുന്നില്ല, പാപങ്ങൾ നശിക്കുന്നില്ല, മറ്റുള്ള ദേവതമാരെ ഭജിച്ചതുകൊണ്ട് മോക്ഷം ലഭിക്കില്ല, കർമ്മഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഗീതാ അധ്യായം 8 ശ്ലോകം 16 പറയുന്നു, ബ്രഹ്മലോകം മഹാസ്വർഗം വരെയുള്ള എല്ലാ ലോകങ്ങളും നശിക്കുന്നവയാണ്. എപ്പോഴാണോ സ്വർഗം മഹാസ്വർഗവും ഇല്ലാതാകുമോ അപ്പോൾ ഭക്തർ പിന്നെ എവിടെ വസിക്കും? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 247. ചോദ്യം: ഗീതാ വായന കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണോ? ദാനം ചെയ്യുന്നത് കൊണ്ട് വിശക്കുന്നവന് ഭക്ഷണം, നായയ്ക്ക് ഭക്ഷണം, പക്ഷികൾക്ക് തീറ്റ, തീർത്ഥാടന സ്ഥലങ്ങളിൽ ഭണ്ഡാരത്തിലെ കാണിക്ക, ഇതൊന്നും പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണോ? ഉത്തരം: ധർമ്മഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കൊണ്ട് ജ്ഞാനയജ്ഞം ചെയ്ത ഫലമുണ്ടാകും. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ ഫലം കിട്ടും. കുറച്ചുനാൾ സ്വർഗപ്രാപ്തി ഉണ്ടാകും, പക്ഷെ മോക്ഷം ലഭിക്കില്ല. ദിവസേന വായിക്കുന്നത് കൊണ്ട് പൂജകൾ ചെയ്യേണ്ട നിർദ്ദേശമുണ്ട്. അതിന്റെ സ്മരണകൾ എപ്പോഴും വേണം. കാരണം ഒരിക്കലും തെറ്റ് പറ്റാൻ പാടില്ല. എന്തെങ്കിലും കാരണവശാൽ യഥാർത്ഥ ഉദ്ദേശത്തെ ഉപേക്ഷിച്ചിട്ട് ശാസ്ത്രവിധി മറന്നിട്ട് തോന്നിയതുപോലെ ഇഷ്ടാനുസരണം പൂജ ചെയ്താൽ ഫലസിദ്ധി ഉണ്ടാകില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ് എന്ന ഓർമ്മ വേണം. അത് ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജകൾ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഒരിക്കൽ ഒരു ജന്മിക്ക് വൃദ്ധാവസ്ഥയിൽ സന്താന ലാഭമുണ്ടായി. അയാൾ വിചാരിച്ചു, തന്റെ മകൻ വലുതായി കൃഷിക്കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ പ്രാപ്തനാകുന്നതുവരെ എന്റെ മരണം സംഭവിക്കരുത്. അയാൾ തന്റെ അനുഭവങ്ങളെല്ലാം എഴുതി വെച്ചു. മകനോട് പറഞ്ഞു, വലുതായാൽ കൃഷിക്കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം. പിതാവിന്റെ മരണശേഷം മകൻ ദിവസവും അച്ഛന്റെ അനുഭവങ്ങൾ വായിച്ചു പഠിച്ച് അച്ഛൻ ചെയ്യുന്നത് പോലെ ചെയ്തില്ല. കൃഷിക്കാരന്റെ ആ മകൻ അച്ഛനെ പോലെ ധനവാനായോ? ഒരിക്കലുമില്ല. അച്ഛൻ എഴുതി വെച്ചിരുന്നത് പോലെ ചെയ്താൽ മാത്രമേ ധനവാനാകാൻ കഴിയൂ. അതുപോലെ ഭക്തന്മാർ ദിവസേന ഗീത വായിക്കുന്നു, പക്ഷെ അതിലെ വിധിപ്രകാരമുള്ള പൂജാകാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഗീതാധ്യായം 16 ശ്ലോകം 23-24 എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ ചെയ്യണം. 3 ഗുണങ്ങളുടെയും രജോഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണം ശിവ, അവരെ പറ്റിയുള്ള പൂജ ഗീതാധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെയും 20 മുതൽ 23 വരെയും ഉള്ളതിൽ നിരോധിച്ചിരിക്കുന്നു. ഒപ്പം ശ്രാദ്ധപൂജ, പിതൃപൂജ, പിണ്ടം വയ്ക്കൽ, അസ്ഥിയിൽ പൂവിടുക, ഗംഗയിൽ ഒഴുക്കുന്നത് 1310 ദിവസം, 1710 ദിവസം, മാസം തോറും, 6 മാസം, വർഷം തോറും ഗംഗയിൽ കർമ്മം ചെയ്യുന്നത് ഗീതാധ്യായം 9 ശ്ലോകം 25 നിരോധിച്ചിട്ടുണ്ട്. വ്രതമെടുക്കുന്നതിനെ കുറിച്ച് ഗീതാധ്യായം 6 ശ്ലോകം 16 നിരോധിച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. അല്ലയോ അർജുന, ഭക്തിവ്രതം എടുക്കുന്നതിൽ വർജ്യമാണ്, ആഹാരം കഴിക്കാതിരിക്കുന്നത് വർജ്യമാണ്. വിശക്കുന്നവന് ഭക്ഷണം നൽകുക. നായ മുതലായ ജീവജന്തുക്കൾക്ക്, മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നതിൽ തെറ്റില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും പൂർണ്ണസന്ധിന്റെ സന്യാസിയുടെ ഉപദേശപ്രകാരം ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. ഒരു നായ യജമാനന്റെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. നായയുടെ ഡ്രൈവർ മനുഷ്യനാണ്. ആ മൃഗത്തിന് മനുഷ്യന് കിട്ടുന്നതിനേക്കാൾ ഉപരി സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നു. പ്രത്യേകം മുറി, ഫാൻ, AC എന്നിങ്ങനെ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 248. കേവലം ആ ജീവി എപ്പോൾ മനുഷ്യ ശരീരം സ്വീകരിച്ചിരുന്നുവോ അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ശാസ്ത്രവിരുദ്ധമായ പൂജാകർമ്മമാണോ ചെയ്തിരുന്നത്, അതുകൊണ്ട് പൂർണ്ണ ഫലപ്രാപ്തി കിട്ടിയില്ല. ഭഗവാന്റെ നിയമം ഇതാണ്: ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് അതിന്റെ ഫലം തീർച്ചയായും കിട്ടും എന്നാണ് തത്വജ്ഞാനിയായ സന്തിന്റെ ഉപദേശം. അതായത് പരമാത്മാവിന്റെ അടുക്കിലേക്കുള്ള മാർഗദർശനം ലഭിക്കുന്നില്ലയോ അതുവരെ ഈ നിയമം ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചായിരിക്കും കിട്ടുന്ന ഫലം. ഈ നിയമം അനുസരിച്ച് തീർത്ഥസ്ഥലങ്ങളിലോ ദേവാലയങ്ങളിലോ അഥവാ മറ്റു സ്ഥലങ്ങളിലോ കാണിക്കയിട്ടാലോ പട്ടി മുതലായ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയോ ചെയ്താൽ പട്ടിയുടെ യോനിയിൽ ജനിക്കും. അപ്പോഴും കർമ്മഫലം കിട്ടും. പട്ടിയുടെ ജന്മത്തിൽ കഴിഞ്ഞ ജന്മം, അതായത് പൂർവ്വജന്മത്തിലെ ഫലപ്രാപ്തി ഉണ്ടാകും.
ആ ഫലം തീരുമ്പോൾ വീണ്ടും മറ്റൊരു യോനിയിലേക്ക്. കഴുതയുടെ ജന്മത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവസാനിക്കും. പകൽ മുഴുവൻ മണ്ണും കല്ലും ചുമക്കുക. ഈ അവസരങ്ങളിലും മറ്റു പ്രാണികളെ ഉപദ്രവിച്ചാൽ വീണ്ടും നരകയാതനാ അനുഭവം ഉണ്ടാകും. ഇങ്ങനെ 84 ലക്ഷം യോനികളിൽ ജന്മമെടുത്ത ശേഷം വീണ്ടും ഒരു മനുഷ്യജന്മം ലഭിക്കും. അപ്പോൾ പിന്നെ എന്തറിയാനാണ്? ഭക്തി ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ? തീർത്ഥസ്ഥലങ്ങളിലും ദേവാലയങ്ങളിലും പോകുമ്പോൾ കാൽനടയായാലും വാഹനങ്ങളിലായാലും എത്രയെത്ര ജീവികൾ കാൽച്ചുവട്ടിലൂടെയും ചക്രങ്ങൾ മുഖാന്തിരവും ചാകുന്നു. ആ പാപം കൂടി പോകുന്നവർ അനുഭവിക്കേണ്ടി വരും. ഒരു പൂർണ്ണ സന്തിന്റെ ഉപദേശം, പൂർണ്ണ പരമാത്മാവിനെ ഉപാസിക്കേണ്ട ശാസ്ത്രവിധി അനുസരിച്ചുള്ള പൂജകൾ ലഭിക്കാത്തിടത്തോളം പാപങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. എന്തെന്നാൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെ ഭജിച്ചതുകൊണ്ട് പാപനാശം ഉണ്ടാകില്ല. പാപപുണ്യ ഫലങ്ങൾ അനുഭവിക്കണം. ആരാണോ ഗീതാപദേശ പ്രകാരം സന്തിനെ ശരണം പ്രാപിച്ച് പൂർണ്ണ പരമാത്മാവിനെ പൂജിക്കുന്നുവോ അവർ സത്ലോകം അല്ലെങ്കിൽ സ്വർഗലോകത്ത് പോകും. കുറെ നാൾ കഴിഞ്ഞ് വീണ്ടും അവർക്ക് മനുഷ്യജന്മം തന്നെ ലഭിക്കും. അവർ വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്ത് സത്ഫലങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് തോന്നിയതുപോലെ ഇഷ്ടാനുസരണമുള്ള പൂജകൾ നടത്താതിരിക്കും. ചോദ്യം: ഗീത അധ്യായം 3 ശ്ലോകം 35 അധ്യായം 18 ശ്ലോകം 47 പറയുന്നു, നല്ല രീതികൾ അനുഷ്ഠിച്ചാൽ മറ്റു ധർമ്മങ്ങളെ അപേക്ഷിച്ച് നല്ല ധർമ്മം ഇതാണ്. നമ്മുടെ ധർമ്മത്തിൽ മരിക്കുന്നതും നല്ലതാണ്. മറ്റ് മതധർമ്മങ്ങൾ ഭയം നൽകുന്നവയാണ്. അതുകൊണ്ട് ആര് ഏത് വിധത്തിലുള്ള പൂജകളാണോ ചെയ്യുന്നത് അത് ഉപേക്ഷിക്കേണ്ടതാണോ? നമ്മുടെ, അതായത് അവരവരുടെ ധർമ്മത്തിൽ മരണവും നമ്മൾ ഉണ്ടാക്കുന്നവയാണ്. ഉത്തരം: ഗീത അധ്യായം 3 ശ്ലോകം 35 അധ്യായം 18 ശ്ലോകം 47 പറയുന്നത്, ഏത് വിധത്തിലുള്ള പൂജയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ ഭഗവത്ഗീത ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ്? ഒറ്റ ശ്ലോകം മാത്രം മതി. ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. പക്ഷേ വിവർത്തനകർത്താക്കൾ വിപരീത അർത്ഥം നൽകി. മുകളിൽ പറഞ്ഞ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം നോക്കൂ. അധ്യായം 3 ശ്ലോകം 35: ശ്രേയാൻ സ്വധർമ്മഃ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധൻ ശ്രേയഃ പരധർമ്മഃ ഭയാവഹ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 249. വിവർത്തനം: വിഗുണ, ഗുണരഹിത, അതായത് ശാസ്ത്രവിധി ഉപേക്ഷിച്ചിട്ട്, സ്വനുഷ്ഠിതാ, സ്വയം തോന്നിയതുപോലെ നല്ല രീതിയിൽ കൊണ്ടുവന്ന, പരധർമ്മമാ, മറ്റുള്ളവരുടെ ധാർമ്മിക പൂജ കൊണ്ട്, സ്വധർമ്മ, തന്റെ ശാസ്ത്രവിധി അനുസരിച്ചുള്ള പൂജ, ശ്രേയാൻ, അത്യുത്തമം, ശാസ്ത്രാനുകൂല, സ്വധർമ്മ, തന്റെ പൂജയിൽ, നിധനം, വമിക്കുന്നതും, ശ്രേയ, മംഗളകാര്യമാണ്, പരധർമ്മ, മറ്റുള്ളവരുടെ പൂജ, ഭയാവഹം, ഭയം നൽകുന്നതാണ്, ശാസ്ത്രവിരുദ്ധ പൂജ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 249, അധ്യായം 18 ശ്ലോകം 47: ശ്രേയാൻ സ്വധർമ്മഃ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവ്യതം കർമ്മ കുർവൻ ന ആപ്നോതി കിൽബിഷം. വിവർത്തനം: വിഗുണ, ഗുണരഹിത, സ്വനിഷ്ഠിതാത്, സ്വയം തോന്നിയതുപോലെ ശാസ്ത്രവിരുദ്ധ പൂജ ചെയ്തുകൊണ്ട്, പരധർമാത്, മറ്റുള്ളവരുടെ ധർമ്മം, അതായത് ധാർമ്മിക പൂജ കൊണ്ട്, സ്വധർമ്മ, തന്റെ ധർമ്മം, അതായത് ശാസ്ത്രവിധിക്കനുസരിച്ച് ധാർമ്മിക പൂജ, ശ്രേയാൻ, ശ്രേഷ്ഠമാണ്, സ്വഭാവനിയതം, സ്വയം അവരവരുടെ സ്വഭാവം അനുസരിച്ച് തോന്നിയതുപോലെ ചെയ്യുന്നത് കൊണ്ട്, കർമ്മ, ഭക്തി കർമ്മ, ന, അരുത്, കൂർവൻ, ചെയ്യരുത്, കിലിപ്ഷം, അതുകൊണ്ട് പാപം, ആപ്നോതി, ഉണ്ടാകുന്നു, വിശേഷ, ഇതിന് തെളിവ്. ഗീത അധ്യായം 17 ശ്ലോകം 1 മുതൽ 6 വരെ സ്പഷ്ടമാണ്. മുകളിൽ പറഞ്ഞ ശ്ലോകങ്ങളിൽ നിന്നും സ്പഷ്ടമാണ്, തന്റെ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള പൂജയാണ് ശ്രേഷ്ഠം. മറ്റുള്ളവരുടെ ആഡംബര പൂജ എത്ര തന്നെ അനുയോജ്യമായാലും അത് ദോഷം ചെയ്യുന്നവയാണ്. ദേവിയെ ഉണർത്തുന്നതിനായി മനോഹരമായ മധുര ശബ്ദത്തിലെ പാട്ടുപാടി സ്തുതിച്ച് സർവ്വവിധ ആഡംബരത്തോടെ ചെയ്യുന്നു. അങ്ങനെ സ്വയം നിർമ്മിച്ച് ശാസ്ത്രവിരുദ്ധ പൂജയിൽ ആകർഷിക്കപ്പെട്ട ശാസ്ത്രാനുകൂല പൂജ ഉപേക്ഷിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭക്തൻ സത്സാധന ശാസ്ത്രാനുകൂല പൂജയിൽ മുഴുകി മുൻപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രവിരുദ്ധ പൂജകൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അതായത് പിതൃപൂജ, ക്ഷേത്രത്തിൽ പോകുക എന്നിവ, അപ്പോൾ മറ്റ് ശാസ്ത്രവിരുദ്ധ പൂജകൾ ചെയ്യുന്നവർ പറയുകയാണ്, നിങ്ങൾ എല്ലാവിധ പൂജകളും ഉപേക്ഷിച്ചുവോ? നിങ്ങളോട് എല്ലാ ദൈവങ്ങളും കോപിക്കും, അതായത് എല്ലാ ദൈവങ്ങളുടെയും കോപം നിങ്ങൾക്കുണ്ടാകും. മുൻപ് ഇതുപോലെ ചെയ്ത ആളിന്റെ മകൻ മരിച്ചു. ഇപ്രകാരം ഇത് മറ്റുള്ളവരുടെ ശാസ്ത്രവിരുദ്ധ പൂജ ഭയപ്പെടുന്നു. പക്ഷെ തന്റെ ശാസ്ത്രാനുകൂല പൂജ അവസാന ശ്വാസം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ചോദ്യം: ഞാൻ ഗീത അധ്യായം 6 ശ്ലോകം 10 മുതൽ 15 വരെ വർണ്ണിച്ചിരിക്കുന്നത് പോലെ ഒരു ആസനമിട്ട് ഇരിപ്പിടത്തിലിരുന്ന് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ധ്യാനമഗ്നനാകുന്നു, ഏകാദശി വ്രതം എടുക്കുന്നു. അങ്ങനെ ഞാൻ ശാന്തിയെ പ്രാപിക്കുന്നു. ഉത്തരം: ദയവ് ചെയ്ത് നിങ്ങൾ ഗീത അധ്യായം 6 ശ്ലോകം 16 നന്നായി വായിച്ചു നോക്കൂ. അതിൽ എഴുതിയിരിക്കുന്നു,
അല്ലയോ അർജുന, ഈ യോഗ പൂജ ധാരാളം ഭക്ഷിക്കുന്നത് കൊണ്ടോ ഒട്ടും ഭക്ഷിക്കാത്ത വ്രതം അനുഷ്ഠിക്കുന്നവർക്കോ അല്ല, അധികം ഉറങ്ങാതിരിക്കുന്നവർക്കോ ധാരാളം ഉറങ്ങുന്നവർക്കോ അല്ല, ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്നവർക്കോ അല്ല. ഗീത അധ്യായം 6 ശ്ലോകം 10 മുതൽ 15 വരെ പറയുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഗീത അധ്യായം 3 ശ്ലോകം 5 മുതൽ 9 വരെയുള്ളതിൽ പറയുന്നു: മൂഢനായ വ്യക്തി എല്ലാ കർമ്മയോഗ്യമായ ഇന്ദ്രിയങ്ങളെയും നിർബന്ധമായി തടഞ്ഞുകൊണ്ട്, അതായത് ഒരു സ്ഥലത്ത് ധ്യാനമഗ്നനായിരുന്ന് ധ്യാനിക്കുന്നവനെ വിഡ്ഢി എന്ന് പറയുന്നു. അതുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് പൂജകൾ ചെയ്യുന്ന ഭക്തനാണ് സർവശ്രേഷ്ഠൻ. യഥാർത്ഥ ഭക്തി എങ്ങനെയെന്ന് ഗീതോപദേഷ്ടാവായ ഭഗവാൻ ഏതെങ്കിലും ഒരു തത്വദർശിയായ ഗുരുവിനെ അന്വേഷിക്കാനാണ് പറയുന്നത്. ഗീത അധ്യായം 4 ശ്ലോകം 34. ഇതിൽ നിന്നും വ്യക്തമാണ്, ഗീതോപദേഷ്ടാവ് പറയുന്ന പൂജാവിധികൾ പൂർണ്ണമല്ല. അതുകൊണ്ട് ഗീതാധ്യായം 6 ശ്ലോകം 10 മുതൽ 15 വരെ മുഖാന്തരം തന്നെ പൂജിക്കാൻ, അതായത് ക്ഷരപുരുഷൻ കാലം മുഖാന്തരം തന്നെ പൂജിക്കാൻ പറയുന്ന വിധികൾ പൂജ കൊണ്ട് കിട്ടുന്ന ശാന്തിയും സമാധാനവും അനുത്തമമാണ്, ശ്രേഷ്ഠമല്ല. ഗീത അധ്യായം 7 ശ്ലോകം 18 പറയുന്നു. മുകളിൽ പറഞ്ഞ അധ്യായം 6 ശ്ലോകം 10 മുതൽ 15 വരെ പറയുന്നു: മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഭക്തൻ ഒരു പ്രത്യേക ആസനം ഒരുക്കൂ. ആ ആസനം ഇരിപ്പിടം അധികം ഉയർന്നതോ അധികം താഴ്ന്നതോ ആകരുത്. ആസനത്തിലിരുന്ന് മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ഏകാഗ്രത വരുത്തണം. നേരെ ഇരുന്ന് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് മനസ്സ് നിയന്ത്രിക്കണം. ഇപ്രകാരം പൂജ ചെയ്യുന്ന ഭക്തൻ എന്നിലുള്ള ശാന്തിക്ക് അർഹരാകുന്നു. അതുകൊണ്ട് ഗീത അധ്യായം 7 ശ്ലോകം 18 തന്റെ പൂജ മുഖാന്തരം കിട്ടുന്ന പ്രയോജനം അനുത്തമമെന്ന് പറയുന്നു. ഈ ഗീത തന്നെ അധ്യായം 18 ശ്ലോകം 62 അധ്യായം 15 ശ്ലോകം 4 പറയുന്നു: അർജുന, നീ പരമമായ ശാന്തിയും സത്ലോകവും പ്രാപിക്കും. പിന്നീട് നിനക്ക് പുനർജന്മം ഉണ്ടാകില്ല. പൂർണ്ണ മോക്ഷപ്രാപ്തി ലഭിക്കും. ഞാനും, അതായത് ഗീതോപദേഷ്ടാവ്, ആ ആദിനാരായണനായ പരമേശ്വരനെ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ അദ്ദേഹത്തെ പൂജിക്കൂ. തന്റെ പൂജകൾ ശാസ്ത്രാനുകൂലമായ മാർഗങ്ങൾ പറയുന്നു. അധ്യായം 6 ശ്ലോകം 47 സ്വയം യുക്ത തമതമ, അതായത് അജ്ഞാനമാകുന്ന അന്ധകാര വിചാരം എന്ന് പറയുന്നു. മറ്റ് വിവർത്തകർ മേം യുക്ത തമമത എന്നതിനെ പരമശ്രേഷ്ഠമെന്ന് വ്യാഖ്യാനിക്കുന്നു. എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ എന്നിൽ ഉറച്ച് അജ്ഞതയാകുന്ന അന്ധകാരത്തെ ആധാരമാക്കി ചെയ്യരുത്. എന്തെന്നാൽ യഥാർത്ഥ ജ്ഞാന വിഷയത്തിൽ ഏതെങ്കിലും തത്വദർശിയായ സന്ധിന്റെ, അതായത് സന്ധിൽ നിന്നും സന്യാസിയിൽ നിന്നും മനസ്സിലാക്കാൻ പറയുന്നു. ഗീതാധ്യായം 4 ശ്ലോകം 34 യഥാർത്ഥ വിവർത്തനം ഗീതാധ്യായം 6 ശ്ലോകം 47 അധ്യായം 6 ശ്ലോകം 47 യോഗിനാം അപി സർവേഷാം മദ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജത്തെ യഹ മാം സഹ മേ യുക്തതമഃ മതഃ. വിവർത്തനം: ഞാൻ വിവരിച്ച് മുകളിൽ ഉദ്ധരിച്ച പൂജാവിധികൾ പറഞ്ഞ ശ്ലോകങ്ങൾ 10 മുതൽ 15 വരെ വർണ്ണിച്ചത് പൂർണ്ണമായ അറിവല്ല. എന്തെന്നാൽ സർവേഷാം സർവ യോഗിനാം ഭക്തരിൽ യാ ഏതൊന്നോ ശ്രദ്ധാവാൻ പൂർണ്ണ ശ്രദ്ധയോടെ ഭക്തിയോടെ അന്തരാത്മന യഥാർത്ഥ ധ്യാനത്തോടെ മദ്ഗതേന എന്നിൽ കൂടി നൽകിയ ഭക്തി അനുസരിച്ച് മാമ എന്നെ ഭജതെ ഭജിക്കുന്നു സാ അവൻ അഭി കൂടാതെ യുക്തമ അജ്ഞതയായ ഇരുട്ടുകൊണ്ട് ജന്മമരണ സ്വർഗ നരക ഭക്തിയിൽ ലയിക്കുന്നു. ഇതി മേ എന്റെ മത അഭിപ്രായമാണ്. ഇതിന് തെളിവ് പവിത്ര ഗീതാധ്യായം 7 ശ്ലോകം 18 ഗീതാധ്യായം 5 ശ്ലോകം 29 ഗീതാധ്യായം 6 ശ്ലോകം 15 സ്പഷ്ടമായി പറയുന്നു. അതുകൊണ്ട് ഗീത അധ്യായം 18 ശ്ലോകം 62 പറയുകയാണ്: അല്ലയോ ഭാരതമേ, നീ സർവഭാവേന പരമാത്മാവിനെ ശരണം പ്രാപിക്കും. അദ്ദേഹത്തിന്റെ കൃപയാൽ നീ പരമശാന്തിക്കും സനാതന സ്വർഗപ്രാപ്തിക്കും പാത്രീഭൂതനാകും. ഗീത അധ്യായം 15 ശ്ലോകം 4 പറയുന്നു: എപ്പോഴാണോ നിനക്ക് ഗീത അധ്യായം 4 ശ്ലോകം 34 വർണ്ണിച്ച തത്വദർശിയായ സന്തിനെ കിട്ടുന്നുവോ, അതിനുശേഷം ആ പരമപദ പരമേശ്വരനായ ഭഗവാനെ അന്വേഷിക്കൂ. അത് കഴിഞ്ഞാൽ ഭക്തൻ തിരിച്ച് ഈ ലോകത്തിലേക്ക് വരില്ല. അതായത് ജനന മരണത്തിൽ നിന്ന് എന്നേക്കുമായി മോചിതനായി തീരുന്നു. ഏതൊരു പരമേശ്വരനാണോ ലോകമാകുന്ന വൃക്ഷത്തെ സൃഷ്ടിച്ചുവോ, ഞാനും ആ ആദിപുരുഷ പരമേശ്വര ഭക്തനാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഭജിക്കണം. ഗീത അധ്യായം 3 ശ്ലോകം 5 മുതൽ 9 വരെയും അധ്യായം 6 ശ്ലോകം 10 മുതൽ 15 വരെയും ജ്ഞാനത്തെ, അറിവിനെ തെറ്റായി വർണ്ണിച്ചിരിക്കുന്നു. അർജുനൻ ചോദിച്ചു: മനസ്സിനെ നിയന്ത്രിക്കുന്നത് വലിയ പ്രയാസമാണ്. ഭഗവാൻ മറുപടി പറഞ്ഞു: മനസ്സിനെ നിയന്ത്രിക്കുന്നത് വായുവിനെ തടഞ്ഞു നിർത്തുന്നതിന് സമമാണ്. എന്നിട്ട് ഇതും കൂടി പറഞ്ഞു: യാതൊരു സംശയവുമില്ല,
ഒരു വ്യക്തിയും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. ഏതൊരു മഠയനായ മനുഷ്യനാണോ ഇന്ദ്രിയങ്ങളെ നിർബന്ധമായി നിയന്ത്രിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഒരു സ്ഥലത്തിരുന്ന് ഹഠയോഗം ചെയ്തുകൊണ്ടിരിക്കാതെ ലൗകിക ജീവിതത്തിലൂടെ, അതായത് കർമ്മയോഗത്തിലൂടെ പൂജ ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. കർമ്മം ചെയ്യാതിരിക്കുന്നത്, അതായത് ഹഠയോഗത്താൽ ഒരിടത്തിരുന്ന് പൂജ ചെയ്യുന്നതിനേക്കാൾ കർമ്മം ചെയ്തുകൊണ്ട് ഭജിക്കുന്നതാണ് ഉത്തമം. ഒരേ നിഷ്ഠയോടെ ഒരിടത്തിരുന്ന് ഭജിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അതായത് അകർമ്മണ്യം. നിനക്ക് നിന്റെ ജീവിതം കഴിച്ചുകൂട്ടാൻ എങ്ങനെ കഴിയും? ജീവിത നിർവാഹം എങ്ങനെ സാധ്യമാകും? ശാസ്ത്രവിരുദ്ധ പൂജ, ഹഠയോഗം ഒരേ ആസനത്തിൽ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് ബന്ധനത്തിന് കാരണമാകുന്നു. രണ്ടാമതായി, ശാസ്ത്രാനുകൂല കർമ്മം ചെയ്ത് പൂജ ചെയ്യുന്നതാണ് ഉത്തമം. അതുകൊണ്ട് ലൗകിക ജീവിതത്തിലൂടെ പൂജ ചെയ്യൂ. ഗീത അധ്യായം 8 ശ്ലോകം 7 പറയുന്നു, യുദ്ധവും ചെയ്യൂ, ഒപ്പം എന്നെയും സ്മരിക്കൂ, അങ്ങനെ എന്നെ പ്രാപിക്കൂ. ഗീത അധ്യായം 7 ശ്ലോകം 18 അധ്യായം 18 ശ്ലോകം 62 പറയുന്നു, എന്നെ പൂജിക്കുന്നത് കൊണ്ട് ഭജിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ലാഭം അനുത്തമമാണ്. അതുകൊണ്ട് ആ പരമേശ്വരനെ അഭയം പ്രാപിക്കൂ. അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് നിനക്കും പരമശാന്തി, സത്ലോകമായ സ്വർഗം ലഭിക്കും, അതായത് ശാശ്വതമായ സ്ഥാനം ലഭിക്കും. ആ പരമേശ്വരനെ ഭജിക്കേണ്ട രീതി ഏതെങ്കിലും ഒരു തത്വദർശിയായ സന്തിനെ, സന്യാസിയെ അന്വേഷിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞാൻ ഗീതോപദേഷ്ടാവായ ബ്രഹ്മ ക്ഷരപുരുഷന് ആ അറിവിനെ പറ്റി എനിക്കറിയില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 252. ചോദ്യം: ഗീത അധ്യായം 15 ശ്ലോകം 18 പറയുന്നു, ഞാൻ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് വ്യക്തമാകുന്നത് ഇതാണ്. എന്തെന്നാൽ ഗീതാപദേഷ്ടാവായ ഭഗവാൻ സർവശക്തിമാനാണ്. ഗീത അധ്യായം 12 മുഴുവൻ ശ്ലോകവും ഗീതാപദേഷ്ടാവിന്റെ മഹിമയെയാണ് വർണ്ണിക്കുന്നത്. ഉത്തരം: ഗീതയിൽ ഗീതാപദേഷ്ടാവായ പ്രഭു തന്റെ പൂജയെ സമർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ആ പൂർണ്ണ പരമാത്മാവിന്റെ മഹിമയും അതുകൊണ്ട് ആ പരമാത്മാവിനെ അറിയാൻ ഒരു തത്വദർശിയെ അന്വേഷിക്കാനും കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഗീത അധ്യായം 12 മുഴുവൻ ബ്രഹ്മിന്റെ, ക്ഷരപുരുഷന്റെ, കാലന്റെ മഹിമ മാത്രമാണ്. ഗീത അധ്യായം 13 മുഴുവൻ ആ പൂർണ്ണ പരമാത്മാവ്, അതായത് ആദിപുരുഷൻ പരമേശ്വരനെ കുറിച്ചുള്ള മഹിമയാണ്. ഗീത അധ്യായം 15 ശ്ലോകം 1 മുതൽ 4 വരെ 16 മുതൽ 17 പൂർണ്ണ പരമാത്മാവ്, പരബ്രം, ബ്രഹ്മ എന്നിവരെ കുറിച്ചുള്ള നിർണായകമായ അറിവാണ് നൽകുന്നത്. ഗീത അധ്യായം 15 ശ്ലോകം 16 പറയുന്നു, ഭൂമിയുടെ തത്വമനുസരിച്ച് നിർമ്മിച്ച ലോകത്തിൽ, അതായത് ബ്രഹ്മിന്റെ 21 ബ്രഹ്മാണ്ടങ്ങളും പരബ്രഹ്മിന്റെ 7 സംബ്രഹ്മാണ്ടങ്ങളും ഭൂമിയുടെ തത്വമനുസരിച്ച് നിർമ്മിച്ചതിനാൽ ഒരു ലോകമായിട്ടാണ് അറിയുന്നത്. 2 പ്രഭുക്കന്മാരുണ്ട് അവിടെ. ഒന്ന് ക്ഷരപുരുഷൻ, അതായത് ബ്രഹ്മ, മറ്റേത് അക്ഷരപുരുഷൻ, പരബ്രഹ്മ. ഈ 2 ഭഗവാന്മാരുടെയും ഉള്ളിൽ ഏതെല്ലാം ജീവജന്തുക്കളുണ്ടോ അവയും ഈ ഭഗവാന്മാരുടെ സ്ഥൂല ശരീരവും നാശോന്മുഖമാണ്, അതായത് ജീവാത്മാവ് മാത്രമാണ് അവിനാശി, നശിക്കാത്തത്. ഗീത അധ്യായം 15 ശ്ലോകം 17 പറയുന്നു, വാസ്തവത്തിൽ പുരുഷോത്തമൻ, അതായത് സർവശക്തിമാനായ പരമേശ്വരൻ ഈ മുകളിൽ പറഞ്ഞ 2 പേരിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. 3 ലോകങ്ങളിലും പ്രവേശിച്ച് എല്ലാവരെയും പരിപോഷിപ്പിക്കുന്നത്. അതിനെയാണ് വാസ്തവത്തിൽ അവിനാശിയായ പൂർണ്ണ ബ്രഹ്മ എന്ന് പറയുന്നത്. ഗീത അധ്യായം 15 ശ്ലോകം 18 ഗീതോപദേഷ്ടാവ്, അതായത് ക്ഷരപുരുഷ ബ്രഹ്മ തന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, എന്നെ ലോകവേദമനുസരിച്ച് പുരുഷോത്തമൻ എന്ന് പറയുന്നു. കേട്ടുകേൾവിക്കഥ, കെട്ടുകഥ. എന്തെന്നാൽ ഞാൻ 21 ബ്രഹ്മാണ്ടങ്ങളിലെയുമുള്ള ജീവജന്തുക്കൾ എന്റെ അധീനതയിലാണ്. അവയുടെ എല്ലാം സ്ഥൂല ശരീരങ്ങൾ നശിക്കുന്നതും ജീവാത്മാവിന് നാശോന്മുഖം, അവിനാശിയുമാണ്. ഞാൻ അവരാൽ ഉത്തമനാണ്, ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഞാൻ കെട്ടുകഥയ്ക്കനുസരിച്ച് പുരുഷോത്തമനാണ്. വാസ്തവത്തിൽ മറ്റൊരു പരമേശ്വരനാണ് അത്. ഗീതാധ്യായം 15 ശ്ലോകം 17 പറയുന്നു. ചോദ്യം: ഗീത അധ്യായം 10 ശ്ലോകം 2 3 പറയുന്നു, എന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആർക്കും അറിയില്ല. എന്നെ അനാദി, അജന്മ എന്നീ തത്വങ്ങളിലാണ് അറിയുന്നത്. അത് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാണ്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പൂർണ്ണ ബ്രഹ്മന് ജനന മരണമില്ല, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 253. ഉത്തരം: ഗീത അധ്യായം 10 ശ്ലോകം 2 വീണ്ടും വായിക്കുക. അതിൽ പറയുകയാണ്, എന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ദേവതമാരും മഹർഷിമാർക്കും അറിയില്ല. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവർക്ക് ആർക്കും അറിയില്ല. എന്തെന്നാൽ അവരെല്ലാം തന്നെ എന്നിൽ നിന്നും ഉണ്ടായതാണ്.
ഈ ശ്ലോകത്തിൽ നിന്നും സ്വയമേ വ്യക്തമാകുന്നത് ഗീതോപദേഷ്ടാവായ ഭഗവാന്റെ ഉൽപ്പത്തി, അതായത് ജനനമുണ്ടായി. എന്നാൽ ബ്രഹ്മിൽ നിന്നും ഉണ്ടായ ദേവതമാർക്കും ഋഷിജനങ്ങൾക്കും അറിയില്ല. അതായത് പിതാവിന്റെ ജനനത്തെക്കുറിച്ച് കുട്ടികൾക്കറിയില്ല. എന്നാൽ അച്ഛന്റെ അച്ഛൻ, മുത്തച്ഛൻ എന്നിവർക്കറിയാം. പൂർണ്ണ പരമാത്മാവ് സ്വയം കാലലോകത്തിൽ വന്ന് ബ്രഹ്മിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിരചന ഈ പുസ്തകത്തിൽ തന്നെ 37 മുതൽ 87 വരെയുള്ള ഭാഗം വായിച്ചു നോക്കാം. ഗീത അധ്യായം 10 ശ്ലോകം 3 തെറ്റായി വിവർത്തനം ചെയ്തിരിക്കുന്നു. ഗീത അധ്യായം 2 ശ്ലോകം 12 അധ്യായം 4 ശ്ലോകം 5 സ്വയം ഭഗവാൻ നാശോന്മുഖമാണെന്നും ജനന മരണം ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുമെന്നും പറയുന്നു. അധ്യായം 2 ശ്ലോകം 17 അധ്യായം 8 ശ്ലോകം 3 8 മുതൽ 10 വരെയും 20 അധ്യായം 15 ശ്ലോകം 4, 16, 17 മറ്റൊരു അവിനാശിയെക്കുറിച്ചും അനാദിയായ പരമാത്മാവിനെ കുറിച്ചും പറയുന്നു. ഗീത അധ്യായം 10 ശ്ലോകം 3 പറയുന്നു, ആരാണോ മനുഷ്യരിൽ വിദ്വാനായ തത്വദർശി സന്ത് എന്നെയും ആ അനാദി വാസ്തവത്തിൽ ജനനമില്ലാത്ത എല്ലാ ലോകത്തിന്റെയും പരമേശ്വരന്റെ തത്വം കൊണ്ട് അറിയുന്നുവോ, ആ തത്വദർശിയായ സന്ത് സജ്ഞാനം ഉച്ചരിക്കുന്നു. അതുകൊണ്ട് സന്ത് പൂജയിൽ കൂടി പാപത്തിൽ നിന്ന് മുക്തി നേടുന്നു. അതിന് ഉദാഹരണം ഗീത അധ്യായം 4 ശ്ലോകം 34 വായിച്ചു നോക്കാം. ഗീത അധ്യായം 10 ശ്ലോകം 3 യഥാർത്ഥ വിവർത്തനം. അധ്യായം 10 ശ്ലോകം 2 ന മേ വിദ്വഹ സുർഗണാഹ പ്രഭവം ന മഹർഷ്യഃ അഹം ആദ്യഃ ഹി ദേവാനാം മഹർഷീനാം ച സർവശ. വിവർത്തനം. മേം എന്റെ, പ്രഭവം ഉൽപ്പത്തി, ന ഇല്ല, സുരഗണ ദേവത അറിയുന്നു, ന ഇല്ല, മഹർഷി ഗണങ്ങൾക്കും, വിധു അറിയുന്നില്ല, ഹി എന്തെന്നാൽ, അഹം ഞാൻ, സർവശ എല്ലാവിധത്തിലും, ദേവന്മാരുടെ, ച മഹർഷിമാരുടെയും, ആദി അതായത് ഉൽപ്പത്തിക്ക് കാരണമാകുന്നു. അധ്യായം 10 ശ്ലോകം 3 യഹ മാം അജം അനാദിം ച വേത്തി ലോക് മഹേശ്വരം അസമ്മൂഢഃ സഹ മര്യേഷു സർവപാപൈഃ പ്രമുച്യത്തെ. വിവർത്തനം. ഏതൊരു വിദ്വാനായ വ്യക്തി മാമ എന്നെ, ച അനാദിം എപ്പോഴുമുള്ള അതായത് പുരാതനം, അജം ജനിക്കാത്തത്, ലോകമഹേശ്വരം സർവലോകത്തിന്റെയും ഈശ്വരൻ അതായത് സർവേശ്വരനായ പരമേശ്വരൻ, വേത്തി അറിയുന്നു, സ അവൻ, മർത്തേഷു ശാസ്ത്രത്തെ ശരിയായി അറിയുന്നുവെന്ന അതായത് വേദമനുസരിച്ച് അറിവുള്ളവൻ, അസമ്മുഡ തത്വദർശി വിദ്വാൻ, സർവപാപേ സമ്പൂർണ്ണ പാപത്തെയും, പ്രമുച്യതെ വിസ്തൃത വർണ്ണനയോടെ പറയുന്നു അതായത് ആ സൃഷ്ടിജ്ഞാനത്തെയും കർമ്മത്തെയും ശരിയായി വർണ്ണിക്കുന്നു, അജ്ഞാനത്തിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കുന്നു. അതുകൊണ്ട് തത്വദർശിയായ സന്ത് പറയുന്നതനുസരിച്ച് യഥാർത്ഥ പൂജ നടത്തുന്ന ഭക്തർ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു.